ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? ആ, അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. രേണുസുതി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നിങ്ങളെല്ലാവരും കൂടി ഈ വളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? അവർക്കൊരു ഭർത്താവില്ലാത്ത അവരെങ്ങനെയും ജീവിക്കട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതില്ലാതെ അവർ നടക്കുന്നവരെ അവരെങ്ങനെയായാലും ജീവിച്ചോട്ടെ. എടി, നിനക്ക് അടക്കമായില്ലേടി? നിനക്ക് നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ രേണുസുതിയുടെയും ഷഫീന ബീവിയുടെയും തെറി വിളി ഇവർ രണ്ടുപേരും നിർത്താൻ പോകുന്നില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണുസുതിയുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത്. പുള്ളിക്കാരത്തി സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. അതായത് ക്രിസ്മസിൻ്റെ ദിവസം തന്നെയാണ് പുള്ളിക്കാരത്തി ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയത്. എന്നാൽ ഇവർ സ്വന്തമായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല. ഇവർക്ക് ഏകദേശം 10-400K ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ഡിഗ്നിറ്റി ഇവർ കീപ്പ് ചെയ്യുന്നില്ല. ഇവിടെ ഷഫീന ബീവി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ ചാടിത്തുള്ളി അതിനെ റിയാക്ട് ചെയ്യാനായിട്ട് വരുവാണ്. ഇവിടെ ഞാൻ ഒരിക്കലും ഷഫീന ബീവിയെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യം ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിപ്പോൾ രണ്ടുപേർക്കും യാതൊരുവിധ കൺട്രോളും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി തന്നെയാണ് എല്ലാ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്നത് നെഗറ്റീവ് കമൻസുകളും നെഗറ്റീവ് വീഡിയോസും ഒക്കെ എനിക്ക് പൂച്ചണ്ട് പോലെയാണ്, എന്നെ നിങ്ങളെല്ലാവരും പ്രൊമോട്ട് ചെയ്യുവാണ്, എനിക്കിതൊക്കെ ഫ്രീ പ്രൊമോഷനാണ് എന്നൊക്കെയുള്ള രീതി താളം പറയുന്നത്. എന്നിട്ടാണ് പുള്ളിക്കാരത്തി വന്നിരുന്ന് റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എടി, നിനക്ക് അടക്കമായില്ലേടി? നിനക്ക് നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവരെന്റെ അടുത്ത് പറഞ്ഞാണ്. എടി, എന്റെ അപ്പൻ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ വീഡിയോ പോയി കുത്തിയിരുന്ന് കാണുന്നുണ്ട്. അല്ലാതെ വീട്ടുകാർ പറഞ്ഞു തരികയോ നാട്ടുകാർ പറഞ്ഞു തരികയോ അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ പണ്ടേ ഉള്ള ഡയലോഗാണ്. എന്തിനാണ് വന്നിരുന്ന് ഇങ്ങനെ കള്ളം പറയാനായിട്ട് ശ്രമിക്കുന്നത്? ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി ആ പുള്ളിക്കാരത്തിയുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേസ് നിലവിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനു വന്ന് റിയാക്ട് ചെയ്യണം? അതല്ലേ അതിൻ്റെ ഒരു മാന്യത. ഇത് ചുമ്മാ അനാവശ്യമായിട്ട് നിങ്ങൾ ഇത് മുതലെടുക്കുന്നത് പോലെ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് തോന്നുന്നത്. കാരണം ഞാനിവിടെ ഒരിക്കലും ഷഫീന ബീവിനായിരിക്കുന്നില്ല. അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഇവർ ഇത് ഏറ്റുപിടിച്ചിട്ട് വന്ന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം എന്തുവാ? അതിൻ്റെ കാര്യമില്ല. ഇവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസിൻ്റെ വഴിക്ക് പോവുക. ാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണം ഉണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി, ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണം ഉണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസുതിക്ക് ആരും വേണ്ടടി. ഒറ്റയ്ക്ക് നിന്ന് രേണുസുതി ഇവിടം വരെ വന്നത്. പിന്നെ നിനക്ക് അതെ ഒറ്റയ്ക്ക് നിന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് ഇവിടം വരെ എത്തി. അതാണ് ശരിക്കും പറഞ്ഞാൽ രേണുസുതി ചെയ്തത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആരെ ശരിക്കും പറഞ്ഞാൽ ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ പോരെ. വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഇതിനൊക്കെ റിയാക്ട് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. കാര്യം ഇതിനെക്കാട്ടി മോശമായിട്ട് നിങ്ങളെപ്പറ്റി വന്ന് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. പക്ഷെ നിങ്ങൾ അതിനൊന്നുമില്ലാത്തൊരു റിയാക്ഷൻ പിന്നെ എന്തിന് ഇതിന് കൊടുക്കുന്നത്? ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീന ബീവിക്ക് ഇവിടെ ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നത്. വീണ്ടും ഷഫീന ബീവിയുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പോയി സെർച്ച് ചെയ്തിട്ട് അവരുടെ ചാനൽ കണ്ട് നിങ്ങളുടെ തെറിവിളി ഇരുന്ന് കേട്ടോണ്ടിരിക്കും. നിങ്ങൾ എന്തിനാണ് ഇത് 10 പേരെ കൂടുതൽ അറിയിപ്പിക്കുന്നത്? മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. ആ എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാർ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ്. നാണം കെട്ടവളെ. ഇതിപ്പോൾ അവരും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. വീട്ടുകാരെയൊക്കെ വലിച്ചിടുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടുകാരെയൊന്നും ഒരിക്കലും പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരരുത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യമില്ല വീടിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് തങ്കച്ചൻ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പുള്ളിയുടെ വായിൽ പുള്ളി എന്തൊക്കെയാണ് വന്ന് പറയുന്ന ഡയലോഗും നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ട് ഈ വിഷയത്തിൽ രേണുവിനെ വിമർശിക്കണമെങ്കിൽ രേണുവിനെ വളരെ മാന്യമായിട്ട് വിമർശിക്കുക. അതുകൊണ്ട് അനാവശ്യമായിട്ട് രേണുവിൻ്റെ ഫാമിലിയെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിച്ചിടേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇനി രേണുവിൻ്റെ ഒരു അന്ധമായിട്ടുള്ള ഒരു ആരാധകൻ എനിക്ക് മെസ്സഞ്ചറിൽ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനൊക്കെ പറയുന്ന ഡയലോഗ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഇപ്പോഴും ഇവരുടെയൊക്കെ കണ്ണിൽ, അതായത് കുറച്ച് ആൾക്കാരുടെയൊക്കെ കണ്ണിൽ രേണു ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ നടക്കുവാണ്. രേണുവിനെ നമ്മളെല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുവാണ്. വിധവയായിട്ടുള്ളൊരു സ്ത്രീ ഒരു കുടുംബം നോക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. കാര്യം പറഞ്ഞ് നമ്മൾ മടുത്ത്. എന്തായാലും നമുക്ക് ആ വോയിസുകൾ കേൾക്കാം. പക്ഷേ നമസ്കാരം. നമ്മളങ്ങനെ വന്ന് സംസാരിക്കുന്ന ആളൊന്നുമല്ല. എന്നാലും ഞാൻ പറയുക, രേണുസുതി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നിങ്ങളെല്ലാവരും കൂടി
ഈ വളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? അവർക്കൊരു ഭർത്താവില്ലാത്ത അവരെങ്ങനെയും ജീവിക്കട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതില്ലാതെ അവർ നടക്കുന്നവരെ അവരെങ്ങനെയായാലും ജീവിച്ചോട്ടെ. എന്തിനാണ് നിങ്ങൾ അവിടെ ഇതൊക്കെ എടുത്ത് അവിടെ മണ്ടയ്ക്ക് കയറാൻ പോകുന്നത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്ന വ്യക്തിയാണ് രേണുസുതി. എന്നാൽ രേണുസുതിക്ക് മാജിക് മൊമെൻറ്റ് മേടിച്ച് അടിക്കാനൊക്കെ ഉള്ള കാശ് കയ്യിലുണ്ട്. അതാണ് അതിലും വലിയ കോമഡി. ഈ പറയുന്ന ആൾക്കാർക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇവിടെ ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. ഇതെങ്ങനെ അറിയാം? ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കഴിക്കത്തില്ല. വല്ലപ്പോഴും കേട്ടല്ലോ. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത വ്യക്തിക്ക് മാജിക് മൊമെൻറ്റ് മേടിച്ച് അടിക്കാനായിട്ട് പറ്റും. ഇതും വേറെ ഒരു ബ്രാൻഡും അടിക്കത്തില്ല. ഈ ഒരു ബ്രാൻഡ് തന്നെ അടിക്കത്തുള്ളൂ. അതും വല്ലപ്പോഴും മാത്രം. ഇവിടെ കുടിക്കുന്നത് വലിയ തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നതൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സമൂഹം അറിഞ്ഞത് എങ്ങനെയാണ്? കൊല്ലം സുധിയുടെ വിധവയായിട്ടുള്ള ഒരു വ്യക്തി. പോരാത്തതിന് 2 മക്കളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. വാടക വീട്ടിൽ വാടക പോലും അടയ്ക്കാൻ വയ്യാതെ കഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെ കയറി വന്നൊരു വ്യക്തിയാണ് രേണുസുതി. ആ രേണുസുതി തന്നെയാണ് പറയുന്നത് ഞാൻ വല്ലപ്പോഴും ഇപ്പോൾ മാജിക് മൊമെൻറ്റ്സ് ആണ് അടിക്കുന്നത്, എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് മാജിക് മൊമെൻറ്റ്സ് ആണ് എന്ന്. എന്നാൽ ഇപ്പോഴും കുറേ അന്ധത ബാധിച്ച ആൾക്കാർ വന്നിരുന്ന് പറയുന്നത് രേണുസുതിക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലെന്നാണ്. എടാ, നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണ് വല്ലതും ആണോ? അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. രേണുവിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട്. ഇപ്പോൾ ഞാനില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. കാര്യം ബിഗ് ബോസിൽ പോയി അത്യാവശ്യം ഇനാഗുറേഷൻ ഉണ്ട്, ദുബായിൽ പ്രോഗ്രാം ഉണ്ട്, ബഹ്റിനിൽ പ്രോഗ്രാം ഉണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. ഇപ്പോൾ അത്യാവശ്യം നല്ല പൈസയുണ്ട്. അതുകൊണ്ട് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലെന്നൊന്നും വന്ന് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കല്ലേ. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഈ ഒരു ആരുപോലും ഇല്ലാത്തൊരു സ്ത്രീയെക്കുറിച്ച് ഇതുപോലെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ എങ്ങനെയാണ് ഇത്? നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരില്ലേ? അതെ അതെ അതെ, നമ്മളെല്ലാവരും വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഉണ്ടെന്ന് വെച്ചിട്ട് അവരെല്ലാവരും ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിക്കൊണ്ട് നടക്കുവാണോ? അത് നിങ്ങൾ തന്നെ ഒന്ന് പറ. നിങ്ങളുടെ ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ? അവരും ഇങ്ങനെ നടക്കുവാണോ? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി വല്ലപ്പോഴും ഒക്കെ മാജിക് മൊമെൻറ്റ്സ് ഒക്കെ അടിച്ച് ഇങ്ങനെ നടക്കുവാണോ? ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അവളെ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് നിങ്ങൾ ദോഷമല്ലേ ഇതൊക്കെ? പടച്ചവരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മോളിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ നാട്ടിലെ എത്രയോ സ്ത്രീകളുണ്ട്. അവരുടെ മണ്ടയ്ക്കൊന്നും കയറാതെ അവൾ എങ്ങനെയായാലും ജീവിക്കട്ടെ. നിങ്ങൾക്കെന്താ നഷ്ടം? നിങ്ങളെ കൊണ്ട് ചായ മേടിച്ചു കൊടുക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അത് ശരി. ഞങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് ആ ബിഗ് ബോസിലോട്ട് കയറിയത്. കാര്യം ഇവർക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ഈ യൂട്യൂബേഴ്സാണ് ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ പേരിലാണ് അവർ ബിഗ് ബോസിൽ പോയി ഇപ്പോൾ അത്യാവശ്യം കയ്യിൽ നല്ല സാമ്പത്തിക ശേഷിയൊക്കെ വന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ സ്ത്രീകളെ മൊത്തം നിങ്ങൾ അധിക്ഷേപിക്കുന്നത് യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ വരുമാനങ്ങൾ എങ്ങനെയായാലും നിങ്ങളുണ്ടാകും. സ്ത്രീകളെ മൊത്തത്തിലാണ് നമ്മൾ ആക്ഷേപിക്കുന്നതെന്ന്, ഈ വിധവകളെ മൊത്തത്തിലാണ് ഇവരെ ആക്ഷേപിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? രേണുസുതി ഈ വിധവകളെ റെപ്രസെൻ്റ് ചെയ്തായിരുന്നു ഈ ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നത്. എന്നിട്ട് വിധവകൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്കെങ്കിലും പറയുന്നത് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാ വിധവകളും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണോ? ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. ഈ പാവം പിടിച്ചൊരു സ്ത്രീയെക്കുറിച്ച് എൻ്റെ ആരുമല്ല അവർ, ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ ആരുമല്ല അവർ, ഞാനൊരു മുസ്ലിമാണ്. ഈ വ്യക്തി എന്നെ പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുറേ വോയിസൊക്കെ അയച്ചിട്ട് ഇയാൾ ആദ്യം പറഞ്ഞ ഡയലോഗുണ്ട്, ഞാൻ മുസ്ലിമാണ് എന്നിട്ട് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. ഇവിടെ ജാതി നോക്കിയിട്ടാണോ ഓരോ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. ഇവിടെ ജാതിയും മതവും ഒന്നും അല്ല, ഒരാളുടെ പ്രവൃത്തി നോക്കിയിട്ടാണ് ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇവനൊക്കെ പഴയ ഏതോ നൂറ്റാണ്ടിൽ കിടക്കുവാണ്. ഒരു ബോധവും വിവരവും ഇല്ലാത്ത യുവമാരെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഇവനൊക്കെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് വന്നിരുന്നിട്ട് വായി തോന്നുന്നത് ഇരുന്ന് വിളിച്ചു പറയുവാണ്. ഇതൊക്കെ മേ ബി രേണുവിൻ്റെ സോഷ്യൽ മീഡിയ ഗുണ്ടകളാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം വാക്കിടെ കേൾക്കാം. ഞാൻ സുധിയേട്ടൻ്റെ ആ പ്രോഗ്രാമൊക്കെ കണ്ട് ഞാൻ കാണുന്നവനായിരുന്നു. ദോഷമല്ലേ ഇതൊക്കെ? നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ആ പാവം പിടിച്ച സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ? അവൾക്ക് വീട് വെച്ച് കൊടുത്തോ? അവൾ വീട്ടിൽ കിടക്കുന്നോ? നിങ്ങളെന്തിനാ അറിയുന്നേ? അവൾ എന്ത് വല്ല ആയിക്കോട്ടെ, അവൾ കിടന്നു കൊടുത്ത് കാശ് ഉണ്ടാക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? നിങ്ങളുടെ വീട്ടിലാർക്കും അവൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നോ? ആരെയും നിങ്ങളുടെ വീട്ടിൽ രേണുസുതി എങ്ങനെയോ ജീവിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ എന്താണ് ബുദ്ധിമുട്ട്? അവൾക്ക് വീട് വെച്ച് കൊടുക്കുകയോ കൊടുക്കാതെ ഇരിക്കട്ടെ. രേണു വന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ സ്വന്തമായിട്ടൊരു കോൺട്രവേഴ്സി സൃഷ്ടിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ആ വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ തന്നെ വന്നിരുന്ന് കുറ്റം പറയുന്നു. ആ വസ്തുദാനം ചെയ്ത അച്ഛനെ പറ്റി വന്നിരുന്ന് കുറ്റം പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അച്ഛനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അച്ഛൻ്റെ വീട്ടിലോട്ട് ഞാനൊന്ന് പോകുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. അതായത്
വന്നിരുന്ന് ആ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ആക്ഷേപിക്കുവാണ്, കളിയാക്കുവാണ്. ആലോചിച്ചോണം, ഇപ്പം ആ കയറി കിടക്കുന്ന ആ ഒരു വീട് വെക്കാൻ സ്ഥലം കൊടുത്ത വ്യക്തിയാണ് ആ പറയുന്ന നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ആ അച്ഛൻ. എന്നിട്ട് ആ അച്ഛനെ വരെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് ആക്ഷേപിക്കുവാണ്, അതായത് അട്ടഹസിച്ച് ചിരിക്കുവാണ്. ഇതിനൊന്നും നിനക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. എനിക്കൊന്നും പറയാനില്ലടേ. ഈ രേണുവിൻ്റെയൊക്കെ സപ്പോർട്ടേഴ്സ് ഇത്രയും വിവരം കെട്ട ആൾക്കാരാണോ എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഫേസ്ബുക്കിലൊക്കെ ഒന്നാമത്തെ തെറിവിളിയാണ് കേട്ടോ. യൂട്യൂബിൽ പിന്നെയും കുറച്ച് ആൾക്കാർക്ക് ബോധമുണ്ട്. ഫേസ്ബുക്കിലാണ് അന്യ തെറിവിളി. നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇരുന്നങ്ങ് ടൈപ്പ് ചെയ്തങ്ങ് തെറി വിളിക്കുക, നിനക്കെന്തോ വേണം, പാവം എങ്ങനെയോ ജീവിച്ചോട്ട്, അതാണ് ഇതാണ്. കണ്ടല്ലേ, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല, പക്ഷേ മാജിക് മൂവ്മെൻറ്റ് അടിക്കാനായിട്ട് രേണുസുധിക്ക് പറ്റും. അതായാലും പുള്ളിക്കാരത്തി കുടിക്കുന്നതിനകത്തൊന്നും ഞാൻ വലുതായിട്ട് തെറ്റൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത് ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും, ഇതിന് പ്രതികരിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.